ഹലോ ഫ്രണ്ട്. മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് ഫ്യൂച്ചറിനെ പറ്റിയുള്ള ചിന്തകളാണ്. അതായത് ഇന്ന കാര്യം സംഭവിച്ചാൽ എന്തായിത്തീരും, ഇന്ന കാര്യം സംഭവിക്കുമെന്ന് ഫ്യൂച്ചറിനെ പറ്റി ചിന്തിച്ച് മനുഷ്യൻ ഭയത്തിൽ ജീവിക്കുകയാണ്. അപ്പോൾ ഫ്യൂച്ചറിനെ പറ്റി അമിതമായി ചിന്തിക്കുമ്പോൾ അത് അവനിൽ ഭയം ഉണ്ടാക്കും. അത് മാനസിക, ശാരീരിക, ആത്മീക ഊർജത്തെ നമ്മളിൽ നിന്ന് വലിച്ചെടുത്ത് നശിപ്പിച്ചു കളയും. അപ്പോൾ ഈ 3 ഊർജവും ഒരു മനുഷ്യനിലില്ല എന്നുണ്ടെങ്കിൽ അവൻ്റെ അസ്തിത്വം തന്നെ ഇല്ലാതെയാവും. കാരണം ഈ 3 ഊർജവുമാണ് ഒരു വ്യക്തിയെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഭയമെന്ന വികാരം കൊണ്ട് മൂടപ്പെട്ട് നമ്മൾ ഇല്ലാതെയാവും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് നമുക്ക് എങ്ങനെ ശ്രമിക്കാം? ഫ്യൂച്ചറിനെ പറ്റി ചിന്തിക്കാതിരിക്കരുത് എന്നല്ല പറയുന്നത്. ഫ്യൂച്ചറിനെ പറ്റി ആരോഗ്യപരമായി നമ്മൾ ചിന്തിക്കണം, പക്ഷേ അമിതമായി നെഗറ്റീവായിട്ട് ചിന്തിക്കരുത്. 2 നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ ഇന്ന് തലയിട്ട് ഇതുവരെയും സംഭവിക്കാത്ത, പോസിബിൾ അല്ലാത്ത കാര്യം നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. അപ്പോൾ അതിനുള്ള എങ്ങനെ ചിന്തിക്കണമെന്നുള്ള റൂളാണ് നമ്മളിവിടെ ഇന്ന് പറയാൻ പോകുന്നത്. ഫസ്റ്റ്, ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താണ് ഏറ്റവും എക്സ്ട്രീമിൽ സംഭവിക്കാൻ പോകുന്നത്? ഇപ്പം നിങ്ങൾക്കൊരു ഇൻസിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ ഇൻസിഡൻറ്റ് സംഭവിച്ചതായി നിങ്ങൾ മനസ്സിലാക്കുന്നു. എന്നാൽ അങ്ങനെയാണെങ്കിൽ ഇനി നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താണ് ഇതിൻ്റെ എക്സ്ട്രീം ഔട്ട്പുട്ടായിട്ട് വരിക എന്ന് നിങ്ങൾ ചിന്തിക്കുക. എക്സ്ട്രീം ഇനി ഓക്കെ, എനിക്ക് ഈ ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ വന്നു. ഓക്കെ, ഇനി എന്താണ് ഇതിൻ്റെ എക്സ്ട്രീമായിട്ട് വരാൻ സാധ്യത ഉണ്ടാവുക? അതിനെപ്പറ്റി ചിന്തിക്കുക. അതിനെപ്പറ്റി ചിന്തിച്ച് അത് മൈൻഡിൽ ഉറയ്ക്കുക. സെക്കൻഡ് സ്റ്റെപ്പ്, ഈ എക്സ്ട്രീമായിട്ട് ഇത് ഇത്രയും വരെ, മാക്സിമം ഇത്രയും കാര്യം വരെ വരാം എന്നുള്ള രീതി നിങ്ങൾ ചിന്തിച്ച് ഉറച്ചതിന് ശേഷം അത് മനസ്സിലേക്ക് ഫിക്സ് ചെയ്യുക. ഇങ്ങനെ ഇത് വരും, ഇതായിരിക്കാം. ഇങ്ങനെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ തേർഡ് സ്റ്റെപ്പ്, അതിനെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാമെന്ന് നിങ്ങൾ മനസ്സിൽ മൂന്നാമത്തെ ഭാഗമായിട്ട് ആലോചിക്കുക. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കൊരു പ്രശ്നം നിങ്ങൾ ജീവിതത്തിൽ നേരിടുമ്പോൾ ഇതിൻ്റെ അനന്തരഫലം ഏറ്റവും എക്സ്ട്രീമിൽ എന്തായിരിക്കും എന്ന് ചിന്തിക്കുക. ഏറ്റവും എക്സ്ട്രീമിൽ എന്തായിരിക്കും, ഇതെങ്ങനെയായിരിക്കും ഇതിൻ്റെ അനന്തരഫലം എക്സ്ട്രീമിൽ? അത് ചിന്തിച്ചതിന് ശേഷം അതിനെ മനസ്സാലെ അംഗീകരിക്കുക. ഇങ്ങനെ ഇത്രയായിരിക്കും വരുന്നത്, കൂടിപ്പോയാൽ എന്നെ കൊല്ലും, അല്ലെങ്കിൽ മാറ്റി നിർത്തും, ഇത്രയല്ലേ? ഈ ഒരു എക്സ്ട്രീമായിട്ടുള്ള അതിൻ്റെ മാക്സിമത്തിൽ ചിന്തിക്കുക. ഉദാഹരണത്തിന്, പ്ലെയിനിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ എക്സ്ട്രീം, ഒരു നെഗറ്റീവ് എക്സാമ്പിളാണ് പറയുന്നത്. പ്ലെയിനിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ കൂടിപ്പോയാൽ പ്ലെയിൻ എല്ലാം കൂടെ പൊട്ടിത്തെറിച്ച് തറയിൽ വീണ് മരിക്കും, ഇത്രയല്ലേ ഉള്ളൂ. ഇതാണ് എൻ്റെ എക്സ്ട്രീം ചിന്ത എന്ന് പറഞ്ഞാൽ. ഇതിനെ മനസ്സിൽ അംഗീകരിക്കുക. ഇതിനെ അംഗീകരിച്ചതിന് ശേഷം പ്ലെയിൻ ഡാമേജ് ആയി നിൽക്കുകയാണെങ്കിൽ, ഈ സിറ്റുവേഷൻ പ്ലെയിൻ ഡാമേജ് ആയി നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്, എല്ലാവരും ഇതാ മരിക്കാൻ പോകുന്നുവെന്ന് കോൾ ചെയ്യുകയാണ്, അവിടുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പം നമ്മൾ ചിന്തിക്കേണ്ടത്, നെഗറ്റീവ് എക്സാമ്പിൾ പറയുകയാണ്, കൂടിപ്പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇതെല്ലാം കൂടെ പൊട്ടിത്തെറിച്ച് മരിക്കും. അത് ഫിക്സ് ചെയ്യുക. ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സമാധാനം നിങ്ങൾ പോലും പറയാതെ നിങ്ങളുടെ ഉള്ളിൽ വരും. ഓക്കെ ഇത്രയല്ലേ ഉള്ളൂ, വേറെ ഒന്നും സംഭവിക്കില്ലല്ലോ. ഇത് മൈൻഡിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വെറുതെ ഇരിക്കരുത്. മരണത്തെ സ്വീകരിക്കാൻ വേണ്ടി നോക്കിയിരിക്കരുത്. ഇനി ഇതെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാമെന്ന് ചിന്തിക്കുക. അപ്പം ഈ എക്സ്ട്രീം നിങ്ങൾ ചിന്തിച്ചു കഴിയുമ്പോൾ ഇത്രയല്ലേ സംഭവിക്കുകയുള്ളൂ എന്ന് ചിന്തിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് പിന്നെ ഒരു ഈസിനെസ് നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. അതിനുശേഷം എന്താണ് വേണ്ടത്, ഇനിയിപ്പോൾ ഞാൻ സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം എന്ന് നോർമലി നിങ്ങൾ ചിന്തിക്കുക. ഇതിൻ്റെ എങ്ങനെ പരിഹരിക്കാമെന്ന കാര്യം നിങ്ങൾ ചിന്തിക്കുക. ഓക്കെ, ഇതാണ് തേർഡ് സ്റ്റെപ്പ്. ഇതാണ് ഡെൽ കാർനെഗി പറഞ്ഞത്. അപ്പോൾ ഇതിനെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് അയ്യപ്പനും കോശിയും എന്ന സിനിമയിൽ പൃഥ്വിരാജിൻ്റെ ഡയലോഗായിട്ട് അവരിതിനെ എഴുതിയിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ വായിക്കാം. അത് പൃഥ്വിരാജ് അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ഫൈറ്റിംഗ് സീക്വൻസ് വരുമ്പോൾ
ആ സ്റ്റെപ്പിൽ നിന്ന് ഇറങ്ങി വരുമ്പം അദ്ദേഹം പറഞ്ഞിറങ്ങുന്ന ഒരു ഡയലോഗാണത്. നേരിടേണ്ടി വന്നേക്കാവുന്ന ഏറ്റവും എക്സ്ട്രീം സിറ്റുവേഷനിൽ നിന്ന് താഴോട്ട് ചിന്തിച്ചാൽ പിന്നെ എല്ലാത്തിനും ഒരു കൂൾ മൂഡാണ്. ഇത് തന്നെയാണ് ആ സാധനം. 3 സ്റ്റെപ്പിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. താങ്ക് യു.